കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. നമ്മൾ വാസ്തവത്തിലൊന്ന് മനസ്സിരുത്തി പഠിച്ചാല് അസുവാലുക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു അധ്യായമാണ്. തൻ്റെ ഒരു മനുഷ്യൻ നിരപരാധിയായിരിക്കുന്ന ഒരു മനുഷ്യനെ അസുവാലുക്കൾ എല്ലാം കൂടെ കൂടി ചതിക്കുന്ന ഒരിതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ആയതിനാൽ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യമേ നമുക്കൊന്ന് വായിക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേസിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വ രാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, താനെ അടിമയായിട്ട് പിടിച്ചോണ്ട് പോയതാ. അവിടെ ചെന്നിട്ടും താൻ വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോഴേ, നമ്മളൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ കാലാകാലങ്ങളായി കടന്നു വന്ന് മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ എങ്ങനെയുള്ളവരായിരുന്നു അവരവരങ്ങ് ചിന്തിച്ചാൽ മതി. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് അവിശ്വസ്തത ആരെങ്കിലും കാണിച്ചിട്ടുണ്ട്, ദൈവം അവരോട് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അധികം സമയം എടുക്കുക എന്നുള്ളതല്ല. ഇത് നമ്മൾ വായിച്ചാലേ, എസ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. നിങ്ങൾ അവരിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതരായിരിപ്പീൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. മതി ആന്റി. ഇവിടെ രാജാക്കന്മാർക്ക് ശാസ്ത്രി വന്നു കഴിഞ്ഞിട്ട് അവിടെ ആലയം പണിയാൻ വരിക. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മറ്റുള്ളവർ പറഞ്ഞു, അയ്യോ നിങ്ങളിത് പണിയാൻ ഒക്കുകയില്ല, അപ്പടി ഇപ്പടിയാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പണി മുടക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം രാജാവിനൊരു കത്ത് അയക്കുക. എന്നിട്ട് പറയുക, രാജാക്കന്മാർക്ക് നഷ്ടം വരരുത്. ഇവിടെ ദാനിയേൽ പ്രവാസിയായിട്ട് പിടിച്ചുകൊണ്ട് പോയി അവിടുന്ന് താൻ ഉന്നത പദവിയിൽ എത്തിയാലും ഉണ്ടല്ലോ, തൻ്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് താൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അതെ, ഇവിടെ കണക്ക് തീർക്കുക. രാജാക്കന്മാരുടെ ഭരണകാലത്ത് പല കാര്യങ്ങൾ അവർ ചെയ്യും, എന്നിട്ട് കണക്ക് തീർക്കാൻ നോക്കിക്കഴിയുമ്പോൾ ഇവനെ വലിയ ബുദ്ധി പ്രയോഗിക്കുക അവിടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അനീതി കൂടല്ല ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. കർത്താവ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ബുദ്ധി അങ്ങോട്ട് പ്രവർത്തിച്ചാലുണ്ടല്ലോ, ഈ 6-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, മനസ്സിരുത്തി വായിച്ചാൽ അസൂയാലുക്കളെ കൊണ്ട് നിറഞ്ഞ ഒരിതാ. എന്നിട്ട് ഇവനെ ഏത് വിധേനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ മറ്റ് സഹപ്രവർത്തകരുടെ ലക്ഷ്യം. എന്നിട്ട് പറഞ്ഞ് ഇനി ഒരു വിധത്തിൽ ഇവനെ പിടിക്കാൻ ഒക്കുകയില്ല എന്നും പറഞ്ഞ് അവരൊരു നിയമം കൊണ്ടുവരിക. എല്ലാ ഭാഗവും വായിക്കുന്നില്ല. ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഫറവോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. നീ എന്റെ ഗ്രഹത്തിന് മേലാധികാരിയാ 41 ഇതാ മിസ്രൈം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലാധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. മതി ആന്റി.
നമ്മൾ ഈ പറഞ്ഞു വരുന്നതിന്റെ രത്നച്ചുരുക്കം എല്ലാം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അത്യാവശ്യമുള്ളവർ ഇതൊക്കെ കുറിച്ച് വെച്ചാൽ അവർക്ക് വീണ്ടും പലപ്പോഴും പ്രബോധിപ്പിക്കാനൊക്കെ മുഖാന്തരമാകും. ഇവിടെ പറയുകയാണ്, മിസ്രൈം ദേശത്തിന് മുഴുവൻ ഞാൻ അധികാരിയാക്കി വെക്കുക. എന്നാൽ അടിമയായിട്ട് വിറ്റ് അവിടെ എല്ലാം പോയി കഴിഞ്ഞിട്ട് താൻ ജയിലിൽ കിടക്കുമ്പോഴും തൻ്റെ പ്രവൃത്തിയിലുണ്ടല്ലോ ദൈവത്തെ ഭയന്നുകൊണ്ട് താൻ മിസ്രൈമിന്റെ രണ്ടാമനായിട്ട് അവിടെ വാഴുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സദൃശവാക്യം 22-29 ഒന്ന് വായിച്ചു നോക്കാം. സദൃശവാക്യം 22-29. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, ആ മതി നീചന്മാരുടെ മതി, മുമ്പിൽ അവൻ നിൽക്കുകയില്ല. നിൽക്കയില്ല. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് താൻ അടിമയാവുന്നു. ജയിലിലാണെങ്കിലും പൊത്തിപ്പേറിന്റെ ഭവനത്തിലാണെങ്കിലും എല്ലായിടത്തും താൻ വിശ്വാസനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും കേൾക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ വിശ്വാസനായിരുന്ന ഉണ്ടല്ലോ, അസൂയാലുക്കൾ പല തന്ത്രങ്ങൾ കൊണ്ടുവരും. നമ്മളിപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മുടെ തോമസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, തനിക്ക് ആ ജോലിയിൽ ഒത്തിരി പ്രതിസന്ധി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ വായിച്ച് 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 വരുമ്പോൾ ഉണ്ടല്ലോ, ഓരോരോ കാര്യങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ദൈവമക്കൾക്കെതിരായി എന്ന് ശബ്ദം ഉയർത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മളെപ്പോഴും ഇനിയും അവിടുന്ന് അപ്പം ദൈവത്തിന്റെ സന്നിധി നമ്മൾ വിശ്വസരായിട്ട് അങ്ങ് നിന്നാൽ മതി. 37-ാം സങ്കീർത്തനത്തിന്റെ 12-13 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 37-ാം സങ്കീർത്തനത്തിന്റെ 12-13 വാക്യങ്ങൾ. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. തന്റെ കൂടെ 120 പേരാക്കി കഴിഞ്ഞിട്ട് ആ രാജ്യത്ത് ജനിച്ചു വളർന്നവരെ എല്ലാം വിട്ടിട്ട് ഈ ദാര്യാവേശ് രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഈ ദാനിയേല് എല്ലാത്തിനും വിശ്വാസനായിരുന്നുകൊണ്ടുണ്ടല്ലോ 120 പേരിൽ 3 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരുവനായിരുന്നു ദാനിയേൽ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെയും ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കൂടെ സാത്താനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ഈ സാത്താൻ കൂടുള്ള ലോകപ്രകാരം ജീവിതത്തിലും ദാനിയേൽ എന്താ ചെയ്തത്? എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഭയം ഉണ്ടായിരുന്നുകൊണ്ട് താൻ ആ എല്ലാ കാര്യത്തിലും വിശ്വസിച്ചു. എന്നാൽ ദുഷ്ടന്മാരോ ഇവനെ അങ്ങനെ വിട്ടാൽ ഒക്കുകയില്ലെന്നും പറഞ്ഞ് നീതിമാനെതിരായിട്ട് ഇവർ പതിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. ആയതിനാൽ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിലിപ്പിയർ 2-15. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതാണ് സാഹചര്യം എവിടെ എന്തും ആകട്ടെന്നേ, എങ്ങനെ പോട്ടെ, ഒരു ചെറിയ കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ എത്രയും വേഗം പ്രസംഗം അവസാനിപ്പിച്ചേക്കാം. ഞാൻ ഗൾഫിൽ ആദ്യമേ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോനെ എന്നെ ഗൾഫിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ജോലി ഞങ്ങളുടെ അറബിയയുടെ ഒരു 10-70 വണ്ടിയുണ്ട്. ഇതെന്നും നഷ്ടമാണെന്ന് പറയുക. അപ്പോൾ എന്നോട് പറഞ്ഞു, പറയീസ് ഇതിൻ്റെ കണക്കെല്ലാം ഒന്ന് നോക്കി കണ്ടുപിടിക്കണം. കണക്കെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സുഡാനിയെ ആദ്യമേ പിടിച്ചു, പിന്നെ ഒരു പാകിസ്ഥാനിയെ പിടിച്ചു. 2 പേരോട് ഞാൻ പറഞ്ഞു, ഞാനിത് അറബിയുടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം വരും, അതുകൊണ്ട് ഇനിയും മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇത്രയും നാൾ ഈ കമ്പനിയിൽ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി വണ്ടിയുടെ കണക്ക് നോക്കുന്നത്. വണ്ടിയെ നിങ്ങൾ എന്ന് ഇവിടുന്ന് പോകുന്നോ തിരിച്ചു വരുന്നിടം വരെയുള്ള കാര്യവും കണക്കും നോക്കുമ്പോൾ, അപ്പോൾ സുഡാനി എന്ന് പറഞ്ഞാൽ അജാന വാഹുക്കളാണ്. ഇങ്ങനെ അവൻ മൊത്തത്തിലൊന്ന് പിടിച്ചാൽ ഞാനങ്ങ് പൊങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവൻ ന്യൂയോർക്കെന്ന് മസ്കറ്റിൽ പോയി. ഞാൻ സലാലയിലാണ് ജോലി ചെയ്യുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കണക്കിനകത്ത് തെറ്റ്. ഞാൻ പറഞ്ഞു, ഞാനിതിപ്പോൾ അറബിയുടെ കൊടുക്കാൻ പോവുക. ഇവനങ്ങ് ചൂടായി. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഓഫീസിൻ്റെ വാതിക്കൽ മൈതാനം പോലൊരു സ്ഥലമുണ്ട്, ഞങ്ങളുടെ അറബി എല്ലാവരെയും മീറ്റിങ്ങിന് വിളിക്കുന്ന അവിടെ. ഞാൻ ഒരു മരം വരച്ചേച്ച് പറഞ്ഞു, ഈ വരയ്ക്ക് ഇങ്ങോട്ട് കടക്കണമെന്ന് പറഞ്ഞു. കാര്യമായിട്ട് എനിക്ക് അറബി അറിയത്തില്ല, അറിയാവുന്ന ഇംഗ്ലീഷും അറബിയും കൂടെ കൂട്ടി പറഞ്ഞു. ഇതും കണ്ടുകൊണ്ട് എൻ്റെ അറബി കയറി വരുന്നത്. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവനെ 2-3 വട്ടം താക്കീത് ചെയ്തിട്ട് ഇവൻ സമ്മതിക്കുകയില്ല, ഇതാ ഇവൻ്റെ കയ്യിൽ ഇന്ന് തെറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഡ്രസ്സോടെ അവനെ പിടിച്ചുകൊണ്ട് പോയി അറബി പാക്ക് ചെയ്തു. നമ്മൾ നേരോടെ നിൽക്കാമെങ്കിലുണ്ടല്ലോ, ഈ എതിരാളിക്ക് ഒന്നും ചെയ്യാൻ ഒക്കെയല്ലെന്നേ. ആദ്യമേ ഞാൻ 2-3 വട്ടം അവനെ താക്കീത് ചെയ്തു, നീ ഇത് കാണിക്കുന്നത് തെറ്റാ,
ഇതെ കണ്ടുപിടിക്കാനായിട്ട് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ 70 വണ്ടിയുടെയും കണക്ക് നോക്കാനാ. എനിക്ക് അവന് കണക്ക് കൊടുക്കാതിരിക്കാൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, എന്നെ അങ്ങ് എന്തോ ചെയ്യും, ഞാനൊരു വര വരച്ച് ഇതിനിപ്പുറം കടക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ അറബിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഈ സുഡാനിയെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസ്തരാണോ? ഈ ലോകത്തിലെ ശക്തികൾ കണ്ടുരുട്ടി കാണിക്കുമെന്നേ, അത് നമുക്കൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ. നമ്മളും കർത്താവുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത് കർത്താവുമായിട്ടാണ്. ലോകപ്രകാരം ശമ്പളത്തിന് ജോലി ചെയ്യുന്നു പോകുന്നു, അവരെ സേവിക്കണം. പക്ഷേ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു വിഷയമല്ല. ഇനി ഏറ്റവും ഒടുവിൽ ഈ 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് വായിച്ചങ്ങ് നിർത്തിയേക്കാം. ദാനിയേൽ പ്രവചനം 6. അന്ന് ദാര്യാവേശ് രാജാവ് ആ. സർവഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്തെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്തെ നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. മതി ആന്റി, മതി. പ്രസ്തുത ഭാഗം നമുക്കറിയാം. താനെ വേദപുസ്തകം വായിക്കുന്ന കണ്ടേച്ച് പറഞ്ഞ് ഇവൻ അങ്ങനെ നിന്നെ അല്ല ആരാധിച്ച് അങ്ങനെ ഇങ്ങനെന്ന്. വിഷയം എന്ത് വന്നാലും സത്യവിശ്വാസി ഇവിടെ ഇരിക്കുന്ന നമ്മൾ 25 പേരുണ്ട്. കൂടുതൽ ഇനി നിങ്ങളെയൊക്കെ സ്ക്രീനിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സ്ക്രീനെ 25 പേരെ കാണത്തുള്ളൂ. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. വിശ്വാസി, നാം വിശ്വാസരാണേലുണ്ടല്ലോ. താന് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, നീ 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ആരോടും ഒന്നും പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല, അപ്പടി ഇപ്പിടിയാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇട്ടു. പ്രിയപ്പെട്ടവരെ, സിംഹക്കുഴിയിൽ ഇട്ടപ്പോഴും രാജാവിന് ഉറക്കം വരുന്നില്ല. താനെ അധികാലത്ത് എഴുന്നേറ്റ് ചെന്ന് വിളിച്ച് ചോദിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ദാനിയേൽ പറയാ, രാജാവ് ദീർഘായുസോടിരിക്കട്ടെ. ഈ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞാൽ ഈ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, ഇത് അസൂയാലുക്കളുടെ ഒരു അധ്യായമാണ്. വാസ്തവത്തിൽ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ, ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നു, മറ്റുള്ളവർ അവനെ അതിൽ നിന്ന് പിന്മാറ്റാനായിട്ട് കൊണ്ടുവരുന്നു. ഇതെല്ലാം ആയിക്കഴിഞ്ഞ് അവർ പറഞ്ഞിട്ടോ ഇവനെ പിടിച്ച് ഗുഹയിൽ വിട്ടു. എന്ത് സംഭവിച്ചു? 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 25 മുതൽ താഴോട്ടുള്ളത് വായിക്കുമ്പോൾ നമുക്കറിയാം. രാജാവിന് പെട്ടെന്ന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റി കൊണ്ടുവരുന്നു. തനിക്കെതിരായി പറഞ്ഞവരെ എല്ലാം അങ്ങോട്ട് ഇട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ സിംഹം ചാടി അവരെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ നമ്മൾ ഈ കാലങ്ങളിൽ വളരെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഈ സാഹചര്യം ഏതുമായിക്കോട്ടെ, അവിടെ എല്ലാം നമ്മളെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസതയോടെ ജീവിച്ചാലുണ്ടല്ലോ. ഈ ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, കോരേശിന്റെ കാലം വരെ താൻ ശുഭമായിരുന്നു എന്നാ പിന്നീട് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, തന്നെ പ്രവാസിയായിട്ട് പിടിച്ചുകൊണ്ട് പോയതാ. പക്ഷെ അവിടെ താൻ ചെറുപ്പം മുതലേ അറിഞ്ഞിരുന്ന ആ സത്യത്തിൽ നിലനിന്നുകൊണ്ടുണ്ടല്ലോ, ലോകത്തിൽ ആർക്കും ഒരു കുറ്റം ദാനിയേലിനെ കുറിച്ച് പറയാനില്ലായിരുന്നു. ആയതിനാൽ സത്യവിശ്വാസി സന്ധ്യയുടെ യാമത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമെന്നേ, വരാത്ത ഒരു ജീവിതവും ഇല്ലെന്നേ. ആറാന്നോ ആറ്റി വെള്ളം കാണുമെന്നേ, എല്ലാം വെള്ളവും പറ്റിയിട്ട് അക്കരെ പോകാന്ന് പറഞ്ഞാൽ നടക്കുകയില്ലെന്നേ. നാം ആയിരിക്കുന്നിടത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത്, ഞാൻ 84-ാം സങ്കീർത്തനത്തിന്റെ 11-ന്റെ ഒടുവിൽ കണ്ട പോലെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും നമ്മളെ അവിടങ്ങളായി വിടുവിക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.